വെൽക്കം ബാക്ക് ടു CI എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ക്ലാസ്സുകളാണ്. അതിൽ വരുന്ന ബയോ കെമിസ്ട്രി സെക്ഷനിൽ വരുന്ന മൊഡ്യൂൾ 23 ടോക്സിക്കോളജി, ജനറൽ മെത്തേഡ് ഓഫ് അനാലിസിസ് ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ കോമൺ ഡ്രഗ് യൂസ്ഡ് ഇൻ തെറാപ്പി. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് ടോക്സിക്കോളജി? Toxicology is the scientific study of the adverse effect of chemicals and substances on living organisms. അതായത് ഈ ഒരു കെമിക്കൽസ് അതുപോലെ തന്നെ സബ്സ്റ്റൻസുകളുടെ അഡ്വേഴ്സ് എഫക്റ്റ് അത് എങ്ങനെ ബാധിക്കുന്നു അതിനെക്കുറിച്ചിട്ട് ഈ ഒരു ലിവിങ് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു സയൻറ്റിഫിക് സ്റ്റഡീനെയാണ് നമ്മൾ ടോക്സിക്കോളജി എന്ന് പറയുന്നത്. സബ് ഫീൽഡ് ഓഫ് ടോക്സിക്കോളജി അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ക്ലിനിക്കൽ ടോക്സിക്കോളജി. അപ്പോൾ ക്ലിനിക്കൽ ടോക്സിക്കോളജി എന്ന് പറയുമ്പോൾ ദാറ്റ് സ്റ്റഡീസ് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പോയ്സണിങ് കേസസ്. അപ്പോൾ ഈ പോയ്സണിങ് കേസസുകളുടെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസാണ് ക്ലിനിക്കൽ ടോക്സിക്കോളജിയിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഫോറൻസിക് ടോക്സിക്കോളജി ആണ്. ദാറ്റ് അനലൈസസ് ബയോളജിക്കൽ സാമ്പിൾസ് ടു ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ലീഗൽ കേസസ്. അപ്പോൾ ഈ ലീഗൽ കേസസിൽ പ്രസൻസ് ആയിട്ടുള്ള ഈ ഒരു സബ്സ്റ്റൻസുകളെ ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ബയോളജിക്കൽ സാമ്പിൾസിനെ അനലൈസ് ചെയ്യുന്നു. അതാണ് ഫോറൻസിക് ടോക്സിക്കോളജിയിൽ വരുന്നത്. തേർഡ് വൺ ആണ് എൻവറോൺമെൻറ്റൽ ടോക്സിക്കോളജി. എൻവറോൺമെൻറ്റൽ ടോക്സിക്കോളജിയിൽ ദാറ്റ് എക്സാമിൻസ് ദ ഇമ്പാക്റ്റ് ഓഫ് കെമിക്കൽസ് ഓൺ ദ എൻവറോൺമെൻറ്റ് ആൻഡ് എക്കോസിസ്റ്റം. പേര് പോലെ തന്നെ എൻവറോൺമെൻറ്റിലും എക്കോസിസ്റ്റത്തിലും ഉണ്ടാക്കുന്ന ഈ ഒരു കെമിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യുകയാണ് ഈ ഒരു എൻവറോൺമെൻറ്റൽ ടോക്സിക്കോളജിയിൽ ചെയ്യുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജി ഇവാലുവേറ്റ് ദ സേഫ്റ്റി ഓഫ് കെമിക്കൽസ് ഇൻ വർക്ക് പ്ലേസസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ വർക്ക് പ്ലേസുകളിലും ഈ ഒരു കെമിക്കൽസിൻ്റെ സേഫ്റ്റി അതിനെ ഇവാലുവേറ്റ് ചെയ്യാണ് ഇൻഡസ്ട്രിയൽ ടോക്സിക്കോളജിയിൽ ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ വരുന്നത് മോളിക്കുലർ ടോക്സിക്കോളജിയാണ്. അപ്പോൾ മോളിക്കുലർ ടോക്സിക്കോളജിയിൽ വരുന്നത് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദ മോളിക്കുലർ മെക്കാനിസംസ് ഓഫ് ടോക്സിക് റെസ്പോൺസസ്. അപ്പോൾ ടോക്സിക് റെസ്പോൺസുകളുടെ മോളിക്കുലർ മെക്കാനിസത്തിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു മോളിക്കുലർ ടോക്സിക്കോളജിയിൽ ചെയ്യുന്നത്. ടോക്സിസിറ്റി ക്ലാസിഫിക്കേഷൻ 4 തരത്തിലുള്ള ടോക്സിസിറ്റി ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ അക്യൂട്ട് ടോക്സിസിറ്റി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം എക്സ്പോഷർ ടു എ സബ്സ്റ്റൻസ് ആണ്. ദെൻ ക്രോണിക് ടോക്സിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് ലോങ് ടേം ആയിട്ടുള്ള എക്സ്പോഷർ ആയിരിക്കും. ദെൻ കാർസിനോജെനിസിറ്റി ആണെങ്കിൽ അത് സബ്സ്റ്റൻസ് എബിലിറ്റി ടു കോസ് ക്യാൻസർ ഉണ്ടാക്കാനായിട്ട് ഉള്ള എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസുകൾ, അതിൻ്റെ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ എബിലിറ്റി. ദെൻ ടെറാറ്റോജെനിസിറ്റി എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് എബിലിറ്റി ടു കോസ് ബർത്ത് ഡിഫക്റ്റ്. അപ്പോൾ ബർത്ത് ഡിഫക്റ്റ് കോസ് ചെയ്യാനുള്ള ഈ ഒരു സബ്സ്റ്റൻസുകളുടെ എബിലിറ്റി അതിനെയാണ് ഈ ഒരു ടെറാറ്റോജെനിസിറ്റി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോക്സിസിറ്റി ടെസ്റ്റിംഗ് ആണ്. 3 തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻ വിട്രോ ടെസ്റ്റിംഗ്, സെക്കൻഡ് വൺ ഇൻ വിവോ ടെസ്റ്റിംഗ് ആൻഡ് തേർഡ് വൺ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ഇൻവിട്രോ ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റ് സബ്സ്റ്റൻസസ് ഓൺ സെൽസ് ഇൻ എ ലബോറട്ടറി സെറ്റിംഗ്. അപ്പോൾ ഒരു ലബോറട്ടറി സെറ്റിംഗ് വെച്ചിട്ട് സെൽസിലുള്ള ഈ ഒരു സബ്സ്റ്റൻസുകളെ ടെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇൻ വിവോ ടെസ്റ്റിംഗ് ആണെങ്കിൽ ടെസ്റ്റ് സബ്സ്റ്റൻസസ് ഓൺ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസത്തിൽ വെച്ചിട്ട് ഈ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെസ്റ്റുകൾ നടത്തുന്നു. ദെൻ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് അനലൈസേഴ്സ് ഡാറ്റ ഫ്രം ഹ്യൂമൻ പോപ്പുലേഷൻ എക്സ്പോസ്ഡ് ടു സബ്സ്റ്റൻസസ്. ആ ഒരു സബ്സ്റ്റൻസുകളിലോട്ട് എക്സ്പോസ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഹ്യൂമൻ പോപ്പുലേഷനിൽ നിന്നും ഡാറ്റാസിനെ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നതാണ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 തരത്തിലുള്ള ടോക്സിസിറ്റി ടെസ്റ്റിങ്ങുകളാണ് ഉള്ളത്. ദെൻ ടോക്സിസിറ്റി അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് LD50 ആണ്, ലീതൽ ഡോസ് 50. ദ ഡോസ് റിക്വയർഡ് ടു കിൽ 50% ഓഫ് ടെസ്റ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഇതിലുള്ള ഈ ഒരു ടെസ്റ്റ് സബ്ജക്റ്റുകളുടെ ഒരു 50% നമുക്ക് കില്ല് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു ഡോസ്, അതാണ് LD50 എന്ന് പറയുന്നത്. ദെൻ നോയൽ ആണ്. നോയൽ എന്ന് പറയുമ്പോൾ നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ് ലെവൽ, ദ ഹയസ്റ്റ് ഡോസ് വിത്ത് നോ അഡ്വേഴ്സ് എഫക്റ്റ്, അതാണ് നോയൽ എന്ന് വരുന്നത്. ദെൻ ലോയലിൽ വരുന്നത് ലോവസ്റ്റ്
ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്റ്റ്. അപ്പോൾ എന്താണ് ലോവസ്റ്റ് ഡോസ് ആണ് വിത്ത് അഡ്വേഴ്സ് എഫക്റ്റ്. അതിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായിരിക്കും. ടോക്സിക് സബ്സ്റ്റൻസ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടോക്സിക് സബ്സ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പോയിസൺ എന്ന് പറയുമ്പോൾ എക്സ്പോഷറായിട്ട് ഒന്നില്ലെങ്കിൽ അത് ഹാം അല്ലെങ്കിൽ ഡെത്ത് കോസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് പോയിസൺസ് എന്ന് പറയുന്നത്. ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സബ്സ്റ്റൻസുകൾ നമുക്ക് എൻവിറോൺമെൻറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് റിസ്കുകൾക്ക് കാരണമാവുന്ന സബ്സ്റ്റൻസുകളാണ് ഹസാർഡസ് വേസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ തേർഡ് വൺ ആണ് ബയോടോക്സിൻസ്. ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസിങ് ബൈ ലിവിങ് ഓർഗാനിസംസ് ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ മയോടോക്സിൻസ് എന്ന് പറയുമ്പോൾ ടോക്സിക് സബ്സ്റ്റൻസ് അഫക്റ്റിംഗ് മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസുകളെ നമ്മൾ മയോടോക്സിൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടോക്സിക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വരുന്നത് മെഡിസിൻ ആണ്. മെഡിസിനിൽ എന്താ ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ടോക്സിക് റെസ്പോൺസസ് ടു ഡെവലപ്പ് ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോക്സിക് റെസ്പോൺസുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ദെൻ സെക്കൻഡ് വൺ വരുന്ന അപ്ലിക്കേഷൻ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനിൽ വരുന്നത് ആക്സസിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. അപ്പോൾ എന്താ ചെയ്യുന്നത്? എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനെ ആക്സസ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു പൊല്യൂഷനെ അത് ലഘൂകരിക്കുന്നു. ദെൻ തേർഡ് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫുഡ് സേഫ്റ്റിയിലാണ്. അപ്പോൾ ഇവാലുവേറ്റിംഗ് ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻ ഫുഡ് ആൻഡ് ബിവറേജസ്. അപ്പോൾ ബിവറേജസിലും അതുപോലെ തന്നെ ഫുഡിലും ഉള്ള ഈ പാനീയങ്ങളിലും അതുപോലെ തന്നെ ഫുഡിലുമുള്ള ടോക്സിക് സബ്സ്റ്റൻസുകളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ നാലാമതായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആണ്. അതിലെന്താ ചെയ്യുന്നത്? കൺസ്യൂമർ പ്രൊഡക്റ്റുകളുടെ സേഫ്റ്റിനെ എൻഷുർ ചെയ്യുന്നു. അതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടോക്സിക്കോളജി റീസോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ 4 റീസോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ടോക്സിക്കോളജി ജേർണൽസ് ആണ്. അപ്പോൾ എന്താണ്? ഈ ടോക്സിക്കോളജി റിസർച്ചിലുള്ള ജേർണൽസിൻ്റെ ഈ ഒരു സയൻറ്റിഫിക് പബ്ലിക്കേഷനാണ് ജേർണൽസിൽ വരുന്നത്. ദെൻ ടോക്സിക്കോളജി കോൺഫറൻസുകൾ ഉണ്ടായിരിക്കും, ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ. പിന്നെ ഈ ഒരു ടോക്സിക്കോളജി ലബോറട്ടറീസ് ഉണ്ടായിരിക്കും, അതായത് സ്പെഷ്യലൈസ്ഡ് ലാബ്സ്. നമുക്ക് ഈ ഒരു ടോക്സിസിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും അതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ലാബുകൾ ഉണ്ടായിരിക്കും. ദെൻ ടോക്സിക്കോളജി സോഫ്റ്റ്വെയർ, അതായത് നമുക്ക് ഈ ഒരു ടോക്സിസിറ്റി മോഡലിംഗ് അതുപോലെ തന്നെ പ്രിഡിക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഈ ഒരു ടോക്സിക്കോളജി സോഫ്റ്റ്വെയറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്ക് ടോക്സിക്കോളജി ജനറൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ കോമൺ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ തെറാപ്പി. അപ്പോൾ ഇതിൽ വരുന്ന ലാസ്റ്റത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇതെന്താ നോക്കാം. ഇപ്പോൾ ജനറൽ മെത്തേഡുകൾ, അനാലിസിസിന് ജനറൽ മെത്തേഡുകൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് ക്രൊമറ്റോഗ്രാഫി ആണ്. സെക്കൻഡ് വരുന്നത് സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പോൾ ഫസ്റ്റ് ക്രൊമറ്റോഗ്രാഫി, ദെൻ സെക്കൻഡ് വൺ ആണ് സ്പെക്ട്രോസ്കോപ്പി, തേർഡ് വൺ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ അസേ, ആൻഡ് ഫോർത്ത് വൺ ഇലക്ട്രോ അനാലിസിസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് മാസ് സ്പെക്ട്രോമെട്രി. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രൊമറ്റോഗ്രാഫി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലെന്താ ചെയ്യുന്നത്? ദാറ്റ് സെപ്പറേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ കോമ്പൗണ്ട്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻട്രാക്ഷൻസ് വിത്ത് എ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. ക്രൊമറ്റോഗ്രാഫി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമുക്കറിയാം അതിലൊരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും, ഈ ഒരു മൊബൈൽ ഫേസും ഉണ്ടായിരിക്കും, മൂവിങ് ഫേസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അതിൽ ഉണ്ടാവുന്ന ഈ ഒരു ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. സെക്കൻഡ് വൺ സ്പെക്ട്രോസ്കോപ്പി ആണ്. അനലൈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാറ്റർ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ടു ഐഡൻറ്റിഫൈ കോമ്പൗണ്ട്സ്. അപ്പോൾ എന്താണ്? മാറ്ററും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അവ തമ്മിലുള്ള ഇൻട്രാക്ഷനെ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നത്. ഇതിൽ വരുന്ന ക്രോമറ്റോഗ്രാഫി മെത്തേഡിൽ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ GZ അല്ലെങ്കിൽ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആണ്. അപ്പോൾ ക്രോമറ്റോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ ഫസ്റ്റ് വൺ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി ആണ്. അതെന്താ ചെയ്യുന്നത്? വോളട്ടൈൽ കോമ്പൗണ്ടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും സെപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് വൺ ലിക്വിഡ് ക്രോമറ്റോഗ്രാഫി അല്ലെങ്കിൽ LC ആണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് നോൺ വോളട്ടൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിൽ തേർഡ് വരുന്നത് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമറ്റോഗ്രാഫിയാണ് അല്ലെങ്കിൽ HPLC. ഇതിലെന്താ ചെയ്യുന്നത്? ഹൈ റെസൊല്യൂഷൻ ഉള്ള കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ദെൻ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി അല്ലെങ്കിൽ TLC ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഒരു സ്റ്റേഷനറി
ഫേസുകൾ യൂസ് ചെയ്തിട്ട് കോമ്പൗണ്ട്സുകളെ സെപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയുമാണ് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയിൽ ചെയ്യുന്നത്. ദെൻ സ്പെക്ട്രോസ്കോപ്പി മെത്തേഡുകൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ആണ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ IR എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് ദാറ്റ് അനലൈസ് ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ്ഡ് ബൈ ദ സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തിട്ടില്ല ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ അനലൈസ് ചെയ്യുന്നു. സെക്കൻഡ് വരുന്നത് NMR അല്ലെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയാണ്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത്, അനലൈസസ് ദ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഓഫ് എ സബ്സ്റ്റൻസ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസിനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ജനറൽ മെത്തേഡ് ഓഫ് അനാലിസിസിൽ വരുന്ന ഫസ്റ്റത്തെ ക്രോമറ്റോഗ്രാഫിയുടെ കുറച്ച് ഡീറ്റെയിൽസും സ്പെക്ട്രോസ്കോപ്പിയുടെ കുറച്ച് ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ വരുന്നത് ഇമ്മ്യൂണോ അസേ ആണ്. മെഷർ ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ബൈ റിയാക്ടിങ് ഇറ്റ് വിത്ത് ആൻ ആൻറ്റിബോഡി ഓർ ആൻറ്റിജൻ. ആൻറ്റിബോഡിയോ അല്ലെങ്കിൽ ആൻറ്റിജനോ ആയിട്ട് ഇതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷനെ മെഷർ ചെയ്യുന്നു. അതാണ് ഇമ്മ്യൂണോ അസേയിൽ വരുന്നത്. ദെൻ ഫോർത്ത് വൺ ഇലക്ട്രോ അനാലിസിസ് ആണ്. യൂസ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ടു അനലൈസ് ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഇലക്ട്രിക് കറൻറ്റ് യൂസ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത്തെ മാസ് സ്പെക്ട്രോമെട്രി ആണ്. അനലൈസസ് ദ മാസ് ടു ചാർജ് റേഷ്യോ ഓഫ് അയോൺസ് ടു ഐഡൻറ്റിഫൈ കോമ്പൗണ്ട്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. അപ്പോൾ കോമൺ ഡ്രഗ്സുകൾക്ക് ഉള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇതിൽ വരുന്ന ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സുകളാണ്. സെക്കൻഡ് വൺ ബെൻസോ ഡയാസെപ്പെയിൻസ് ആണ്. അതുപോലെ തന്നെ തേർഡ് വൺ സ്റ്റിമുലൻസുകളാണ്. അപ്പോൾ ഇത് മൂന്നും യൂസ് ചെയ്യുന്നത് യൂറിനാലിസിസും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്രീത്ത് ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻറ്റി ഡിപ്രസൻറ്റുകളാണ്. ആൻറ്റി ഡിപ്രസൻറ്റുകളും അതുപോലെ തന്നെ ആൻസൈറ്റി ഏജൻസുകൾ. അപ്പോൾ ഇവ രണ്ടും യൂസ് ചെയ്യുന്നത് യൂറിനാലിസിസിനും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകൾക്കും വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടോക്സിക്കോളജി സ്ക്രീനിങ് പാനൽസ്. അപ്പോൾ ഇതിൽ ഒരു 3 പാനൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ബേസിക് പാനൽ, സെക്കൻഡ് വൺ എക്സ്റ്റെൻഡഡ് പാനൽ, തേർഡ് വൺ കോംപ്രിഹെൻസീവ് പാനൽസ്. ബേസിക് പാനലിൽ വരുന്നതാണ് ഈ ഒരു ഒപ്പിയോയിഡ്സ്, ബെൻസോ ഡൈഅസെപ്പൈൻസ്, ദെൻ സ്റ്റിമുലൻസ്, ആൻറ്റി ഡിപ്രസൻറ്റുകൾ. ദെൻ എക്സ്റ്റെൻഡഡ് പാനൽസിൽ വരുന്നത് ആൻറ്റി ആൻസൈറ്റി ഏജൻസ്, അതുപോലെ തന്നെ ആൻറ്റി ഹിസ്റ്റാമിൻസ് ആൻഡ് സെഡാറ്റീവ്സ്. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു എക്സ്റ്റെൻഡഡ് പാനൽസിൽ വരുന്നത്. തേർഡ് വൺ കോംപ്രിഹെൻസീവ് പാനലാണ്. ഇത് ഇൻക്ലൂഡ്സ് ഓൾ സബ്സ്റ്റൻസസ് ഇൻ ദ ബേസിക് ആൻഡ് എക്സ്റ്റെൻഡഡ് പാനൽ പ്ലസ് അഡീഷണൽ സബ്സ്റ്റൻസുകൾ. അപ്പോൾ എന്താ വരുന്നത്, ഈ ഒരു കോംപ്രിഹെൻസീവ് പാനൽസിൽ ബേസിക് പാനൽസും അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് പാനൽസിലുള്ളവ വരുന്നുണ്ട്. അതുകൂടാതെ എല്ലാ സബ്സ്റ്റൻസുകളും അതുകൂടാതെ അഡീഷണൽ സബ്സ്റ്റൻസുകളും വരുന്നുണ്ട്. അതാണ് കോംപ്രിഹെൻസീവ് പാനലിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്, ടോക്സിക്കോളജി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.